നമുക്കിന്നൊരു ഇറച്ചി ബിരിയാണി ഉണ്ടാക്കിയാലോ. 4-5 തവണ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചിയിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി, ആവശ്യത്തിന് ഇഞ്ചി. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടെ ഇട്ട് ഇറച്ചി മൂടാൻ പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് കംപ്ലീറ്റ്ലി വേവിച്ചെടുക്കുക. നന്നായി വേവണം. ഒരു 8 വിസിലടിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തതായി നന്നായി വൃത്തിയാക്കിയ കപ്പ 1 കിലോ എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് കഴുകി വാരിയെടുത്ത് ഒരു കലത്തിലേക്ക് എടുത്ത് അത് നികത്തി വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 തുള്ളി മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച് വേറൊരടുപ്പിൽ വേവിക്കാൻ വെച്ചു. ഇറച്ചി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെന്ത കപ്പ എടുത്ത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിനി അടുത്തതായി കടുക് പൊട്ടിക്കണം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ ഉള്ളികൾ അരിഞ്ഞു വെച്ചത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 4-5 വറ്റൽമുളകാണ്. വറ്റൽമുളക് കണ്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. പിന്നെ മൂപ്പിച്ച പൊടിയും കടുക് പൊട്ടിച്ചിരിക്കുന്നതും എല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ കപ്പ ഇറച്ചിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കഴിക്കുമ്പോൾ.